കണ്ടോ നല്ല നാടൻ അയല കിട്ടിയിട്ടുണ്ട്. പിന്നെ ദേ ഇത് കണ്ടോ നല്ല ചെമ്മിപ്പുളി അല്ലെങ്കിൽ ഇരുമ്പൻപുളി എന്നൊക്കെ പറയും. അപ്പം ഈ ഇരുമ്പൻപുളിയും അയലയും കൂടെ ഒരു കറിയാണ്. നല്ല തേങ്ങ അരച്ച് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ 2 അയിലയും ഏകദേശം ഒരു കപ്പ് നമുക്ക് പുളിക്കനുസരിച്ച് ആവശ്യത്തിനുള്ള പുളിയും ആഡ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. അയലയൊക്കെ ചെതമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ സൈഡിലത്തെ വാലും ഇതൊക്കെ മുറിച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ അയലക്കറിക്കൊരു ഗ്രേവി വേണ്ടേ, അപ്പോൾ അതിന് നല്ല ഇളവൻ തേങ്ങയും കാന്താരി മുളകും കൂടിയാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. ഏകദേശം 1 കപ്പ് തേങ്ങയും ഒരു എരിവിന് ആവശ്യത്തിന് കാന്താരി മുളകിൻ്റെ എരിവിന്, അല്ലെങ്കിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിന്ന് അരച്ചിട്ട് വരട്ടെ. അയലക്കറിക്ക് ഞാനൊരു ചട്ടിയിൽ 2 അയല 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് പരട്ടണം. അയല കഷ്ണത്തിലൊക്കെ നന്നായിട്ട് അതൊന്ന് പിടിപ്പിക്കണം. ഉപ്പെങ്കിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കി മസാലയൊക്കെ അതിനകത്ത് ചേർക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാനിപ്പം 1 കപ്പ് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചത് നമുക്കതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രേവിയാണ്. ആ അയലയുടെ ടേസ്റ്റ് കുറച്ച് മതി. ആ ചാറിനാണ് ആ അയലയുടെയും പുളിയുടെയും ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഗ്രേവി കുറച്ച് കൂടുതൽ വേണം. പിന്നെ നമ്മൾ ആ ഇരുമ്പൻപുളിയും കറിവേപ്പിലയും പിന്നെ ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളം ഉണ്ടാവും. നമ്മൾ അരച്ചെടുത്ത മിക്സി കഴുകിയ കുറച്ച് വെള്ളവും അതൊന്ന് കഴുകി നമുക്കതിനകത്തോട്ടൊന്ന് ഒഴിക്കാം, ഒട്ടും നഷ്ടപ്പെടുത്താതെ. എന്നിട്ട് ചാറിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഇളക്കി നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആ മിക്സി കഴുകിയ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാൻ വെക്കാം. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പം ഇതെല്ലാം അടുത്തോട്ടും മിക്സ് ആയിക്കോളും. നമുക്ക് സ്പൂൺ ഇടാൻ പറ്റില്ലല്ലോ. ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ്സ് അതിനെ വേവിച്ചെടുക്കാം. മൂടി വെച്ച് തന്നെ നമുക്കതിനെ വേവിച്ചെടുക്കാം. നമ്മുടെ അയലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതൊരു പ്രത്യേകതരം അയലക്കറിയാണ്. അതായത് ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ആഡ് ചെയ്യാത്ത ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അയലക്കറിയാണ്. ഇതിൻ്റെ മുകളിൽ നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക് താളിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കറിക്ക് താളിക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഇട്ട് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. വേറെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നുമില്ല. പിന്നെ കറിവേപ്പില. എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ അയല ഇരുമ്പുള്ളി കറിയുടെ മുകളിലോട്ടൊന്ന് ഇട്ട് താളിച്ച് കൊടുക്കാം. ചോറിന് ഇത് ഒന്ന് കഴിച്ച് നോക്കണം. നല്ല പുളിയും കാന്താരിയുടെ ടേസ്റ്റും അയലയുടെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനായിട്ട് കിട്ടും. ഇവിടെ താളിക്കുന്നതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് ആ കറിയുടെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തോട്ടും അതൊന്ന് ആയിക്കും. ഇപ്പോൾ എല്ലായിടത്തോട്ടും വെളിച്ചെണ്ണയുടെ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ചോറിലൊഴിച്ച് കഴിക്കാം.